അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി. മോക്ഷയുടെ അവരുടെ കെയർ ആണെങ്കിലും മൊത്തത്തിൽ മോക്ഷയുടെ അമ്മയുടെ ഒപ്പീനിയൻ വളരെ നല്ലതായിരുന്നു. കോളേജിൽ നിന്നൊക്കെ ടൂർ പോയിട്ടുണ്ട്. പിന്നെ അല്ലാതെ ഫാമിലിയുടെ കൂടെ ചെറിയ ചെറിയ ട്രിപ്പുകളൊക്കെ പോവാറുണ്ട്. അപ്പൊ അമ്മ മോക്ഷയുടെ കൂടെ ഒരു ട്രിപ്പ് പോയി വന്നതിന് ശേഷം എനിക്ക് മോക്ഷയില് ഒരു ട്രിപ്പും കൂടെ ഇപ്പൊ അവര് പറഞ്ഞിട്ടുണ്ട്. നിനക്ക് താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ആദ്യം ഞാനിങ്ങനെ സംശയിച്ചു. പക്ഷെ അമ്മ പറഞ്ഞു മോക്ഷയുടെ കൂടെയുള്ള പ്രീവിയസ് ട്രിപ്പ് അമ്മ അയോധ്യയിലാണ് പോയത്. അപ്പൊ അത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി. മോക്ഷയുടെ അവരുടെ കെയർ ആണെങ്കിലും മൊത്തത്തിൽ മോക്ഷയുടെ അമ്മയുടെ ഒപ്പീനിയൻ വളരെ നല്ലതായിരുന്നു. അപ്പൊ എന്തായാലും പോവാം എന്നുള്ള ഒരു തീരുമാനത്തില് കൂടിയതാണ്. അപ്പൊ മോനെയും കൊണ്ടൊക്കെ ഈ 3 ദിവസത്തെ ട്രിപ്പ്, അതും ഒരു എന്താ പറയാ അമ്പലങ്ങള് ഒക്കെ ആവുമ്പോ ബോറിംഗ് ആവോ, അവന് എങ്ങനെയാവും എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ബസ് കയറിയിട്ട് ഞാൻ അവരെ ഇന്നിപ്പോ വയ്യാത്തോണ്ട് എന്റെ അടുത്ത് കുറച്ചേരം കിട്ടി. അല്ലെങ്കിൽ വിശാൽ മാമ, ആനന്ദ് മാമ, ലക്ഷ്മി, അവന്റെ എന്താ പറയാ വേൾഡ് തന്നെ മാറി ഇതിൽ വന്നപ്പോ. അപ്പൊ എന്താ പറയാ വിശാൽ ആണെങ്കിലും ആനന്ദും ആണെങ്കിലും ശരിക്കും ബ്രദേഴ്സ് പോലെ ഫീൽ ചെയ്തിട്ടുള്ളൂ. ഒരുപാട് സപ്പോർട്ട് ചെയ്തു. ഇന്നിപ്പോ മോന് വയ്യാതായപ്പോഴും അവരുടെ സപ്പോർട്ടാണെങ്കിലും ഇതില് മറ്റ് കൂടെയുള്ള എല്ലാവരുടെയും. അപ്പൊ ഇതിൽ വന്നപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വരുമ്പോ നമ്മളുടെ ഫാമിലി മാത്രമായിട്ട് നമുക്ക് നമ്മളെ മാത്രമല്ലേ അറിയുള്ളൂ. ഇതിൽ വന്നപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ കുറെ ഫാമിലി മെമ്പേഴ്സിനെ കിട്ടി. ശരിക്കും ഒരു എക്സ്റ്റെൻഡഡ് ഫാമിലി ആയിട്ട് ഈ ടൂറിന് ശേഷം ഒരു ഫാമിലി വലുതായി. അപ്പോ എന്തായാലും ഈ മോക്ഷയുടെ കൂടെയുള്ള ഈ ട്രിപ്പ് വളരെ മെമ്മറബിൾ ആണ്. ഇനിയും ഇതുപോലുള്ള ട്രിപ്പുകൾ മോക്ഷയുടെ കൂടെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു. നമസ്കാരം, ഞാൻ ഗോപാലകൃഷ്ണൻ, കോഴിക്കോടാണ്. നേരത്തെ പറഞ്ഞിരുന്നു. എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഏതാനും വർഷമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ ഭാരതത്തിലുള്ള ഇതേപോലെ പൈതൃക സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കണം എന്നുള്ളത്. പല പല കാര്യങ്ങളും നടക്കാറില്ല. കുടുംബക്കാർക്ക് അതും കൂടെ വരാൻ പറ്റുന്ന സാഹചര്യങ്ങളില്ല. അങ്ങനെ പലതുമായി. അങ്ങനെ ഞാൻ ഒരിക്കലും ഇതേപോലെ മോക്ഷയെ കണ്ടിട്ട് ഇതാക്കിയ സമയത്ത് മധുര രാമേശ്വരം ട്രിപ്പ് ഞാൻ അന്വേഷിച്ചിരുന്നു. പക്ഷെ എനിക്ക് അപ്പോഴും പറ്റിയില്ല. പിന്നീട് പല സ്നേഹിതന്മാരും പറഞ്ഞത് എന്താന്ന് വെച്ചാല് ഈ പാക്കേജിന്റെ കൂടെ പോകുമ്പോ അവർക്ക് അവരുടേതായിട്ടുള്ള സിസ്റ്റം ഉണ്ട്, അതേ നടക്കൂ. അവർക്ക് ചില ഡീലുകളുണ്ട്, ചില ഹോട്ടലുകളായിട്ട് അവിടെ ഭക്ഷണം കിട്ടുള്ളൂ. പിന്നെ ഹോട്ടലൊക്കെ അങ്ങനെയായിരിക്കും. പിന്നെ സമയത്തിന്റെ കാര്യത്തിൽ വല്ലാത്ത സ്ട്രിക്റ്റ് ആയിരിക്കും. നമുക്കൊരു സൗകര്യം കിട്ടില്ല, നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. അങ്ങനെ ഒരുപാട് നെഗറ്റീവ്സ് ആയിരുന്നു കേട്ടിരുന്നത്. പക്ഷെ എന്റെ എല്ലാ അഭിപ്രായവും മാറിയെന്ന് മാത്രമല്ല, ഞാൻ ഇതിലിടയ്ക്ക് എന്റെ വിശാലോടും അനന്തോടും പറഞ്ഞു, ഞാൻ ഇനി യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സംശയമില്ല, നോ അതർ ഓപ്ഷൻസ്, ഓൺലി മോക്ഷ. അതാണ് എന്റെ തീരുമാനം. എന്തായാലും ബാക്കി ഒരു 2 കൂട്ടരെ പറ്റി പറഞ്ഞ് ഞാൻ ആവർത്തിക്കുന്നില്ല. മക്കള് നമുക്ക് വേണ്ടി സഹകരിക്കല്ലോ, അങ്ങനെയാണല്ലോ എന്റെ രീതി. അങ്ങനെ നമുക്ക് വിശ്വസിക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ ഡ്രൈവിംഗ് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. ഞാനും ഭയപ്പെട്ടിരുന്നു. ബസ്സിലൊക്കെ പോകുമ്പോ പ്രായമൊക്കെ വിട്ടതാണ്, വിഷമങ്ങൾ ഉണ്ടാകുമോ, ഒന്നും തോന്നിയില്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും ഒരു പാക്കേജിന്റെ കൂടെ പോകുമ്പോ ഇത്രയും സൗകര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് അറിയണം. ഞാൻ പോകുന്നത് ആദ്യമായിട്ടാണ്, പക്ഷെ ഇത്രയും സൗകര്യമാണെന്നുള്ളത് അറിഞ്ഞോട് കൂടിയിട്ട് ഞാൻ ഇനി യാത്രകൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. ഒരു ബാസി, ഞാൻ കോഴിക്കോടാണ്. ഞാനിങ്ങനെ ഒരു യാത്ര പോകാൻ തീരുമാനിച്ചതല്ല. ഇങ്ങനെ പോകുന്നതായിട്ടുള്ള വിവരം അടിയൻ പോകുന്നതെന്നോടൊന്ന് പറഞ്ഞപ്പോൾ ഞാനും ഓക്കെ പോകാൻ തീരുമാനിച്ചു. ഞാനും ഭാര്യയും കൂടെ. പിന്നെ തടി ക്ഷേത്രത്തിലെടുക്കുന്നതായതുകൊണ്ട് കുറച്ചും കൂടെ കൂടുതൽ പ്രിഫർ ചെയ്തു. നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. യാത്ര തിരിച്ച് നന്നായിരുന്നു. ടൂർ മാനേജേഴ്സ് രണ്ടാളും വളരെ കോപ്പറേറ്റീവ് ആണ്. റൂമിലൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട്, റൂമിൽ എന്തെങ്കിലും അസൗകര്യം ഉണ്ടോ, എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറയണം. ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഉച്ചക്കൊക്കെ നമ്മളെ കൂടെ തന്നെ നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് പറയാമല്ലോ, അവർ നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതൊക്കെ വളരെ എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. പിന്നെ എവിടെയും ഒരു തിരക്ക് കാണിച്ചില്ല. മറ്റുള്ളവരൊക്കെ ആകുമ്പോൾ ഞാൻ പല യാത്രകളും ചെയ്തിട്ടുണ്ട്.
മറ്റുള്ള യാത്രയിലൊക്കെ ടൂർ മാനേജേഴ്സ് പെട്ടെന്ന് വരും പോവാന്ന് പറയും. അവർക്ക് പിന്നെ അങ്ങനത്തെ റഷ് ഇല്ല. അത് വലിയൊരു കാര്യമാണ്. സ്വസ്ഥമായിട്ടും ഫ്രീ ആയി നമുക്ക് എല്ലാ സ്ഥലങ്ങളും കാണാനും എൻജോയ് ചെയ്യാനൊക്കെ പറ്റും. അത് വളരെ നല്ല കാര്യം. ഓക്കെ, യാത്ര വളരെ നന്നായിരുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ പാക്കേജ് ടൂർ പോകുന്നത്. എന്റെ സുഹൃത്ത് വഴിയാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ സുഹൃത്തിന് ചില സാങ്കേതിക കാരണം കൊണ്ടാണ് വരാൻ പറ്റിയത്. പിന്നെ ഞാൻ പെങ്ങളോടും അണിയോടും ചോദിച്ചപ്പോൾ അവരും റെഡി ആയതുകൊണ്ട് അവരോട് പോകും. ഏതായാലും എല്ലാവരും പറഞ്ഞതുപോലെ തന്നെയാണ് അടുത്ത ടൂർ എന്തായാലും മോശയുടെ കൂടെ ഉണ്ടാവും, എന്റെ ഫാമിലിയും കൂടെ ഉണ്ടാവും. ഇപ്പം ഫാമിലി മകനൊക്കെ പഠിക്കുന്ന കാരണം വരാൻ പറ്റിയില്ല. എന്തായാലും അടുത്ത പ്രാവശ്യം മോശയുടെ കൂടെ എന്തായാലും ടൂർ ഉണ്ടായിരിക്കുന്നതാണ്. കൂടെ കഴിഞ്ഞ വർഷം ഞാനും വൈഫും മോളും കൂടി ബുക്ക് ചെയ്തായിരുന്നു. അപ്പൊ അന്ന് അമ്മയുടെ മരണം കാരണം ഈ യാത്ര മുടങ്ങിയതാണ്. അപ്പൊ ഇപ്രാവശ്യം ഇങ്ങനെ ബുക്ക് ചെയ്തിട്ട് നമ്മൾ പോകാൻ പറ്റുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഇവിടെ വന്ന് രാവിലെ നേരത്തെ 4 മണിക്ക് പുറപ്പെട്ടതിന് ശേഷമാണ് അതിൽ കൺഫേം ആയത്. അതായത് ഈ യാത്രയിൽ അതുപോലെ വിശാലായാലും അനന്തുമായാലും നമുക്ക് നല്ല സപ്പോർട്ടാണ് തന്നത്. എന്താ വെച്ചാൽ അവര് ഹോട്ടലിലായാലും ഭക്ഷണത്തിനായാലും ഓരോ പ്രാവശ്യവും വന്ന് ചോദിക്കുമായിരുന്നു, കിട്ടിയില്ലേ, ഓക്കെ അല്ലേ. പിന്നെന്ന് പറഞ്ഞാൽ ഈ യാത്ര ഇനിയും ഒരു യാത്ര ഉണ്ടെങ്കിൽ അത് മോശയുടെ കൂടെ തീർച്ചയായിട്ടും ഉണ്ടാവും. അതുപോലെ നമ്മളെ ഈ യാത്രയ്ക്ക് ഉണ്ടായിരുന്ന ഡ്രൈവർ നമുക്ക് ഇതുവരെ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. നല്ല ഡ്രൈവിംഗ് ആണ്. അത് പ്രത്യേകം എനിക്ക് എടുത്തു പറയേണ്ടതാണ്. ഇപ്പൊ ഞാൻ എല്ലാവർക്കും എന്റെ കൂടെ യാത്ര ചെയ്ത് എല്ലാവർക്കും നമുക്ക് അതുപോലെ ഈ യാത്രയില് ആരും ലേറ്റ് ആയിട്ട് വന്നില്ല. മുമ്പ് നമ്മൾ യാത്ര ചെയ്തപ്പോൾ ഈ വിവേകാനന്ദന്റെ കൂടെ ശ്രീകണ്ഠേശ്വര ട്രാവൽസിന്റെ കൂടെ ഒക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താ വെച്ചാൽ ചിലപ്പോൾ 1 മണിക്കൂർ 1 മണിക്കൂറൊക്കെ വൈകാറുണ്ട്. ഈ യാത്രയിൽ അങ്ങനെ ആരും അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പൊ എല്ലാവർക്കും ശിവരാത്രി. മുന്നേ യാത്ര ബുക്ക് ചെയ്തതാണ്. അന്ന് എന്തുകൊണ്ട് പോവാൻ സാധിച്ചില്ല. അപ്പൊ ഈ സ്ഥലങ്ങളൊക്കെ വളരെ നാളായിട്ട് കാണാൻ ആഗ്രഹിച്ചൊരു സ്ഥലമാണ്. അപ്പോ അത് പോകാനും പറ്റാത്തൊരു വിഷമമുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് ഇവര് നോട്ടിഫിക്കേഷൻ കണ്ടപ്പോ വേഗം ബുക്ക് ചെയ്തു. അപ്പൊ ദിവസങ്ങൾ എടുക്കുന്നതോറും പോകാൻ പറ്റുമോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഒത്തിരി കാണാൻ ആഗ്രഹിച്ച, കുറെ നാളായിട്ട് ആഗ്രഹിച്ച സ്ഥലങ്ങളാണ്. എന്തായാലും യാത്രയില് പങ്കെടുക്കാൻ പറ്റി, കാണാൻ പറ്റി. ഇപ്പൊ ഇവര് പറഞ്ഞ പോലെ വളരെ ഫ്രീ ആയിട്ട്, ഒരു ടെൻഷനും ഇല്ലാണ്ട് വളരെ ഫ്രീ ആയിട്ട് സമയത്ത് തന്നെ എല്ലാം കാണാൻ പറ്റി. അതേപോലെ തന്നെ ഫുഡ്, അക്കോമഡേഷൻ എല്ലാം തന്നെ വളരെ നന്നായിരുന്നു. പിന്നെ കുറെ നമുക്ക് പരിചയപ്പെടാൻ പറ്റി. അതും ഒരു വലിയൊരു കാര്യം തന്നെയാണ്. കാണാൻ ഇതുപോലെ വളരെ കാലമായിട്ട് നമ്മുടെ ആൾക്കാരെയൊക്കെ കാണാനൊക്കെ പറ്റി. എല്ലാം നന്നായിരുന്നു. യാത്രയുടെ ഭാഗം ആവാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ഞാൻ നിരഞ്ജന. പൊതുവെ മൈക്ക് കിട്ടുന്നത് പാട്ട് പാടാൻ വേണ്ടിയിട്ടാണ്. ആദ്യം സംസാരിക്കാനുള്ള ഒരു ഇത് കിട്ടുന്നത്. യാത്രയെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല വൈബ് യാത്രയായിരുന്നു. എല്ലാരും നല്ല കമ്പനിയൊക്കെ ആയിരുന്നു. 2 ചേട്ടന്മാര് നല്ല കമ്പനിയായിരുന്നു. എല്ലാം നല്ല സെറ്റ് യാത്ര. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഞാൻ നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട് യാത്ര. എല്ലാവർക്കും നമസ്കാരം. ടൂറ് പോവുകയാണെങ്കിൽ ഇങ്ങനെ പോകണം, അല്ലാതെ എന്റെ അടുത്ത് അയാൾ വർത്തമാനം പറയട്ടെ, അയാളുടെ അടുത്ത് ഞാനെന്തിനാ പോകുന്നു, അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. നമ്മളെല്ലാം ഒരു കുടുംബം പോലെ, നമ്മുടെ മക്കളെ പോലെയാണ് നമ്മുടെ ടൂറിന്റെ ആൾക്കാർ നമ്മളെ കൊണ്ടു നടന്നത്. അതാണ് അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ. ഈ ഒരു അനുഭവം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാനും പല ടൂറുകൾക്ക് പോയി. എന്തായാലും നമ്മുടെ മക്കളെ പോലെ അവർ നമ്മളെ ഒത്തൊരുമിച്ച് എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഒരു വീട്ടിലെന്നോളം എന്ന പോലെ നോക്കി നമ്മളെ സുഖമായിട്ട് എല്ലാവരുടെയും എല്ലാ സൗകര്യങ്ങളോടും കൂടി നമ്മളെ കൊണ്ടുവരുന്നു. അതിന് നമ്മൾ ഭാഗ്യം ചെയ്തു. ഇനി ഇതുപോലൊരവസരം ഉണ്ടാവണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം അത്രയും സങ്കടമുണ്ട്. നിങ്ങളെ എല്ലാവരെയും പരിചയപ്പെട്ടു, അതാണ് ഏറ്റവും വലിയ ദുഃഖം. കാരണം പരിചയപ്പെട്ടു, ഇനി അവരെ വിട്ടുപോകണ്ടേ, അത് വലിയൊരു ദുഃഖമില്ല. അപ്പൊ അതൊരു വിഷമമുണ്ട്. എന്തായാലും ഇനിയും നമുക്ക് ഒരുമിച്ച് കൂടാനുള്ള അവസരം മോക്ഷക്കാരുണ്ടാക്കി തരട്ടെ എന്ന് നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. താങ്ക്സ്. എല്ലാവർക്കും വളരെ നന്ദി. ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. പക്ഷെ നന്നായിട്ടുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ്.
ഫുഡും സ്റ്റേ ഒക്കെയാണ് മെയിനായിട്ടും പറയേണ്ടത്. നല്ല നല്ല ഹോട്ടലുകളായിരുന്നു. തമിഴ് ഭക്ഷണം ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി. ഞങ്ങൾക്ക് 10-15 വർഷം തമിഴ്നാട്ടിലായിരുന്നു വർക്ക് ചെയ്തത്. അതുകൊണ്ട് ഈ ഫുഡൊക്കെ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ നിങ്ങളുടെ കെയറിങ്, പ്രത്യേകിച്ച് പറയേണ്ടത് കെയറിങ്ങിനെ കുറിച്ചിട്ടാണ്. എല്ലാവരും വന്നു കഴിഞ്ഞ സമയത്തിനുള്ള വരണം എന്ന് പറഞ്ഞു. അതിന് എത്തിയില്ലെങ്കിൽ തന്നെ അവരത്ര മുഖം കറുപ്പിക്കുന്നൊന്നുമില്ല. അതൊക്കെ ഒരു വലിയ കാര്യമാണ്. ഇനി ഒരു പ്രാവശ്യം ഇങ്ങനെയൊക്കെ, ഒരു പ്രാവശ്യമല്ല, ഇനി അങ്ങോട്ട് ഇങ്ങനെ ഓരോ ടൂർ പോവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പെരിന്തൽമണ്ണ എന്ന വരുന്നു. മോക്ഷക്കാരുടെ ഈ ടൂറിൽ വളരെയധികം സന്തോഷമുണ്ട്. വളരെ കൂടുതൽ ടൂറിൽ പോയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇത്രയും ഒരു സന്തോഷത്തോടു കൂടി ഉള്ള ഒരു യാത്ര ആദ്യമായിട്ട് അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ച് കോർഡിനേറ്റർമാരുടെ സഹകരണം അത് തന്നെ വലിയൊരു ഭാഗ്യമാണ് അതിന് കിട്ടിയത്. അതേപോലെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്തു. ഇനിയും ഇവിടുന്ന് അങ്ങോട്ട് മോശക്കാരുടെ കൂടെ തന്നെ ഇതുപോലത്തെ ടൂർ പോകാനുള്ള ഒരു അവസരം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നന്ദി പറഞ്ഞു. ഗിരീഷ്, വയനാട് കൽപ്പറ്റയിൽ നിന്നാണ്. ഞാനത് തുടക്കത്തിൽ നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞിരുന്നു. ആദ്യം കോർഡിനേറ്റേഴ്സിനെ കുറിച്ച്. അന്നുണ്ടായിരുന്ന കോർഡിനേറ്റർ, നിങ്ങൾക്ക് ഇത് കഴിയുമ്പോൾ മനസ്സിലാവും അവരുടെ സർവീസും ഡെഡിക്കേഷനും ഒക്കെ. അതൊക്കെ എല്ലാവരുടെ വാക്കുകളിൽ നിന്നും അത് തന്നെയായിരുന്നു ആദ്യത്തെ ട്രിപ്പിൽ ഞങ്ങൾക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയത്. അത് തന്നെ. ഞാൻ ആദ്യമായിട്ട് അവരോട് പോയത് അന്ന് തന്നെ തീരുമാനിച്ചിരുന്നു ഇനിയൊരു ട്രിപ്പ് ഉണ്ടെങ്കിൽ മോക്ഷയുടെ കൂടെ. അപ്പൊ ഇനി നമുക്ക് ഒരു ഗ്രൂപ്പ് നമ്മൾ ഫോം ചെയ്ത സ്ഥിതിക്ക് അവരുടെ എല്ലാ ട്രിപ്പുകളുടെയും ഡീറ്റെയിൽസ് നമുക്ക് വന്നുകൊണ്ടിരിക്കും. നമ്മൾ അവര് ആഡ് ചെയ്ത് കഴിയും. അപ്പൊ അവരുടെ യാത്രകൾ എവിടുന്ന് തുടങ്ങുന്നു എന്നുള്ളതൊക്കെ നമ്മുടെ ഫോണിൽ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇത് ഞാൻ അത്ര ശ്രദ്ധിക്കാറൊന്നുമില്ല. എന്റെ വൈഫാണ് എപ്പോഴും ഇതൊക്കെ നോക്കുന്നതും എവിടുന്ന് പുറപ്പെടുന്നു, എങ്ങോട്ട് പോകുന്നു എന്നൊക്കെ ഉള്ളത് അവളാണ് എന്നോട് പറയാറുള്ളത്. ഇത് ഞാൻ അങ്ങനെയാണ് ഇങ്ങനെ ഒരു ട്രിപ്പ് ഉണ്ടെന്ന് അറിയുന്നത്. ഈ ബൃഹദീശ്വര ടെമ്പിൾ കാണണം എന്നുള്ളത് ഒരു വലിയ ആഗ്രഹമായിരുന്നു. അത് പിന്നെ നമ്മൾ വായിച്ച് പറഞ്ഞിട്ടും ഒക്കെ കേട്ട് അത് ചെറുപ്പകാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇന്നലെ ചെറിയൊരു കുറിപ്പിട്ടിരുന്നു നമ്മുടെ ഗ്രൂപ്പില്. അപ്പൊ അതില് കുട്ടിക്കാലത്ത് കണ്ടൊരു വളരെ ചെറിയ ഓർമ്മയുള്ളൂ. അപ്പൊ അത് പുതിയ അറിവുകളും പുതിയ വായനകളൊക്കെ വന്നതോടുകൂടി അത് കാണണം എന്നുള്ളൊരു ആഗ്രഹം വല്ലാതെ ഉണ്ടായിരുന്നു. അപ്പൊ അത് വന്നതോടുകൂടിയാണ് ഇതിന് നമ്മള് പേര് കൊടുത്തതും പിന്നെ അതിന് പങ്കാളികളായതും. പിന്നെ എന്റെ കസിനാണ് സുരേഷ്. അപ്പൊ ഞങ്ങൾ യാദൃശ്യമായിട്ടൊരു സംസാരത്തിനിടയിൽ ഞങ്ങളിങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെയാണ് അവന്റെ ഭാര്യയ്ക്കും ഈ ബൃഹദീശ്വര ടെമ്പിൾ കാണണം എന്നുള്ള വലിയൊരു ആഗ്രഹമാണ്. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ ഒരുമിച്ചായത്. അതൊരർത്ഥത്തില് നമ്മളെല്ലാവരും കുടുംബമാണെങ്കിലും എന്റെ കുടുംബം തന്നെ എന്റെ കൂടെയുള്ള ഒരു പ്രത്യേകത ഈ യാത്രകളുണ്ട്. കഴിഞ്ഞ തവണ ഞങ്ങള് വൈഫ് ഞാനും മറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇവര് നമ്മളൊരു യാത്ര പോയി തിരിച്ച് സുരക്ഷിതരായിട്ട് എത്തുക എന്ന് പറഞ്ഞാൽ ഒത്തിരി അനുകൂല ഘടകങ്ങൾ നമുക്ക് വേണം. ഇതിൽ നമ്മൾ ചെറിയ കുട്ടി തൊട്ട് 10-70 വയസ്സ് ഒക്കെ പ്രായമുള്ളവരുണ്ട്, പലരും ഉണ്ട്. നമുക്ക് എല്ലാവർക്കും ഇതാണ് ഒരു അനുഗ്രഹം എന്ന് പറയുന്നത്. കാരണം ഒരു രോഗം വന്നാൽ മതി നമ്മുടെ എല്ലാ താളം തെറ്റാനായിട്ട്. അങ്ങനെ ഒന്നുമില്ലാതെ നമ്മൾ ഈ പ്രായത്തിൽ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരും എല്ലാവരും ഉള്ളവരുണ്ടെങ്കിലും നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ തിരിച്ചെത്തുമ്പോഴാണ് നമ്മൾ സേഫ് ആവുന്നത്. അതിന് ഇവരെ നമുക്ക് പല അനുഗ്രഹങ്ങളിലും ഒന്നാണത്. അതേപോലെയാണ് ഈ ഡ്രൈവർമാരുടെ കാര്യം. കാരണം ഈ ബസ്സിലെ യാത്ര, ഈ ബസ് തന്നെയായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ യാത്ര. സെയിം ബസ്, ഇതേ ഡ്രൈവർ. പിന്നെ സഹായിയായിട്ടുണ്ടായിരുന്ന ആള് വ്യത്യാസം ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ ആ യാത്ര ഞങ്ങൾ പലരോട് പറയുമായിരുന്നു, ഈ ബസ്സിലുള്ള നമ്മളൊരു ബസ്സിൽ പോവാന്ന് നമുക്ക് ശരിക്കും തോന്നില്ല. നമുക്ക് റോഡിന്റെ മെച്ചം, അതിനപ്പുറം ഡ്രൈവിംഗിലുള്ള ഒരു എക്സ്പെർട്ട്നെസ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അത് തന്നെ ആദ്യത്തെ യാത്രയിൽ തന്നെ ഞങ്ങൾ ഇപ്പൊ പലരും ചോദിക്കും, ബാക്ക് സീറ്റിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാല് നമ്മൾ നാടൻ ബസ്സിലൊക്കെ ഇരുന്നിട്ടുള്ളവര് ഉണ്ടല്ലോ, എടുത്തടിച്ച് നടുവൊക്കെ നമുക്ക് പണി കിട്ടുന്നത്. അപ്പൊ ഇത് ബാക്കിലിരുന്നാൽ പോലും ഒരിക്കലും ബുദ്ധിമുട്ട് വരുന്ന ഒരു ബസ്സല്ല. അതിനൊപ്പം അവരുടെ സ്മൂത്ത് ആയിട്ടുള്ള ഡ്രൈവിംഗ് കൂടെ ആവുമ്പോൾ ശരിക്കും നമ്മളിപ്പോ മുന്നിലായാലും ബാക്കിലായാലും ഒന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് അവര് തന്നെ പറയാറുണ്ട്. നമ്മൾ ഈ സീറ്റ് എവിടെ ആയിരിക്കും എന്ന് ചോദിക്കുമ്പോൾ അവര് പറയും, നിങ്ങൾ ആദ്യം കയറുന്ന ആൾക്ക് അത് അങ്ങനെ
അങ്ങനെ ഒരു സീറ്റ് നമ്പർ ഒന്നും ഇല്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ എവിടെ ഇരുന്നാലും കംഫർട്ടബിൾ ആയിരിക്കും എന്ന് പറയാറുണ്ട്. അത് ശരിയാണെന്നാണ് ബാക്കിൽ ഇരുന്ന കഴിഞ്ഞ ട്രിപ്പിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഇതേമാതിരി ഇതിന്റെ കൺക്ലൂഷനിൽ പറഞ്ഞത്. അങ്ങനെ എല്ലാം കൊണ്ടും ആദ്യത്തെ അനുഭവം കൊണ്ട് തന്നെ ഇവരുടെ കൂടെയുള്ള യാത്ര എന്തായാലും ഒട്ടും മോശമാവില്ല നമുക്കറിയാം. അതുകൊണ്ട് പിന്നെ ഈ അനന്തു അന്നും ഉള്ളതാണ്. വിശാലാണ് പുതിയ ആള്. വിശാലും ആ ഗണത്തിൽ പെടുത്താൻ പറ്റിയ ഒരാളാണെന്ന് മനസ്സിലായി. അന്ന് ഉണ്ടായിരുന്ന മറ്റൊരു പയ്യനെ നമ്മൾ രാമേശ്വരം മറ്റേ ട്രിപ്പിന്റെ കൂടെ ഞാൻ കണ്ടു. അവനത്തെ പേര് അർജുൻ ഏതാണ്ട് വിശാലിന്റെയൊക്കെ പോലെ തന്നെയുള്ള വളരെ ഇവര് നമ്മുടെയൊക്കെ മക്കളുടെ പ്രായമുള്ളൂ. ഇവരുടെ ഈ പ്രായമുള്ള ആൾക്കാരോടുള്ള ഈ കെയർ കാണുമ്പോൾ നമുക്ക് ഒരുപക്ഷെ നമ്മുടെ മക്കൾ പോലും ഇത്രയൊക്കെ നമ്മളെ നോക്കാന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അത്രയും കെയറിങ് ആണ് അവര് പ്രായമുള്ളവരോടൊക്കെ ആയത്. ഞാൻ കഴിഞ്ഞ തവണ പോയി വന്നിട്ട് ഇവരുടെ മോക്ഷയ്ക്ക് ഞാനൊരു വാട്സപ്പിൽ ഞാനൊരു ഇത് അയച്ചിരുന്നു. നിങ്ങളുടെ ഈ കോർഡിനേറ്റേഴ്സ് നിങ്ങൾക്കൊരു അസറ്റാണ്. ഒരു കാരണവശാലും നിങ്ങൾ ഇവരൊന്നും അവരെന്തെങ്കിലും കാരണവശാലും നിങ്ങൾ പറഞ്ഞയക്കാനുള്ള ഒരു ഇടം വരരുത്. കാരണം ഇങ്ങനെയുള്ള കുട്ടികളാണ് വേണ്ടത്, ഈ ചെറുപ്പക്കാർ. ഞാൻ അവർക്കത് അന്ന് ഇത് യാത്ര കഴിഞ്ഞു വന്ന് ഞാൻ അവർക്ക് അയച്ചൊരു കുറിപ്പ് അതായിരുന്നു. ഇത്തരം കോർഡിനേറ്റേഴ്സാണ് ഒരു യാത്രയെ പൂർണ്ണതയിൽ എത്തിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇവരെ ഒന്നും പറഞ്ഞയക്കാതെ ഇത് ഒരു അസറ്റായിട്ട് നിലനിർത്താൻ പറഞ്ഞുകൊണ്ട് ഞാനൊരു ഇത് എഴുതിയിരുന്നു പറഞ്ഞു. എന്തായാലും സന്തോഷം. പിന്നെ ബൃഹദീശ്വരവും ഈ ശ്രീരംഗവും പിന്നെ ഇതെല്ലാം കഴിഞ്ഞ ട്രിപ്പിൽ ഞങ്ങൾ കണ്ടാണ്. എന്നാലും അത് പുതുമ നമുക്ക് എത്ര കണ്ടാലും മതി വരാത്ത ക്ഷേത്രങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് ഒരു 6 മാസം മുമ്പാണ് ഞങ്ങൾ കണ്ടത്. പക്ഷെ ഒട്ടും ഒരു വിരസതയൊന്നും തോന്നിയില്ല. എന്തായാലും എല്ലാം കൊണ്ടും വളരെ സന്തോഷം, പിന്നെ സംതൃപ്തിയും നൽകിയ യാത്രയാണ്. ഈ ഹോട്ടലിലുള്ളതും ഭക്ഷണത്തിന്റെ കാര്യമൊന്നും പിന്നെ നമ്മൾ അതൊക്കെ കൊണ്ട് തന്നെയാണ് വീണ്ടും ഒരു ഗ്രൂപ്പിനെ നമ്മൾ സമീപിക്കുന്നത്. കാരണം ഒരു നെഗറ്റീവ്സ് അവർക്ക് പറയാനില്ല. അതുകൊണ്ട് നമ്മൾ വീണ്ടും ഇനിയും യാത്രകൾ നമ്മൾ അവരുടെ തന്നെയായിരിക്കും. വേറൊരു ഗ്രൂപ്പിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നേ ഇല്ല. എന്തായാലും സന്തോഷം. ഇവരുടെ എല്ലാ സഹകരണത്തിനും നന്ദി. എല്ലാവർക്കും പുതുതായിട്ട് പരിചയപ്പെടാനുള്ള സമയം വളരെ കുറവായിരുന്നു. എന്നാലും എല്ലാവരുടെയും പരിചിത മുഖങ്ങളാണ്. നമ്മൾ കണ്ടാൽ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ തിരിച്ചറിയാൻ പറ്റുന്നുള്ള ഒരു പരിചയം എല്ലാവരും തമ്മിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഇനിയും കാണാനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ. ദൈവം അതിനുള്ള അനുഗ്രഹം എല്ലാവർക്കും നൽകട്ടെ. 2 മക്കള് ഏകദേശം ഒരു 60 വയസ്സ് കഴിഞ്ഞവരാണ് മോസ്റ്റ്ലി ഇവിടെ ടൂറിന് വന്നിട്ടുള്ളത്. അവര് 2 പേരും ഈ വരുന്ന ആൾക്കാരെ, അതായത് കുറച്ച് പ്രായമുള്ള ആൾക്കാരാണ് എല്ലാവരും. അവരുടെ ഇഷ്ടങ്ങളും അവരുടെ താല്പര്യങ്ങളും അവരുടെ സൗകര്യങ്ങളും എല്ലാം നോക്കി വളരെ ഭംഗിയായിട്ട് കൊണ്ടു നടക്കാൻ കഴിയാന്നുള്ളത് ഇന്നത്തെ തലത്തിൽ നമുക്ക് നിങ്ങളുടെ മക്കളെ കാണാൻ കിട്ടില്ല. അവർക്ക് എത്ര ക്ഷമയോട് കൂടിയിട്ടാണ് അവര് നമ്മുടെ കാര്യങ്ങൾ കൊണ്ട് നടന്നത്. അത് വലിയൊരു വിജയമാണ്. ഈ ടൂറിന്റെ ഒരു വിജയം എന്ന് പറഞ്ഞാൽ അതാണ്. എന്തായാലും അവർക്ക് പ്രത്യേക നന്ദി, ആശംസകളും. മക്കൾ ഇതുപോലെ ഇനിയും തുടരട്ടെ. ഒരു നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള 2 ടൂർ ഗൈഡുകളാണ്. വളരെ വളരെ സന്തോഷം. ഇനിയും മോക്ഷ പോകണമെങ്കിൽ ഞങ്ങളും പോകും. എവിടെയാണെങ്കിലും അറിയിച്ചാൽ ഞങ്ങളുണ്ടാവും. നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഞങ്ങളും വരും. വളരെ സന്തോഷം. ഇങ്ങനെ ഒരു അറേഞ്ച് ടൂറിൽ പോകുന്നത് ആദ്യമായിട്ടാണ്. വളരെ നല്ല അനുഭവമായിരുന്നു. യാത്രയാണെങ്കിലും ഫുഡാണെങ്കിലും താമസമാണെങ്കിലും ഒക്കെ വളരെ നല്ലതായിരുന്നു. പിന്നെ ഒരു നിർദ്ദേശം എന്താണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ദിവസം തന്നെ നമ്മൾ വൈകിട്ട് ലോഡ്ജിൽ കടന്നു പോകുന്നതിന് മുമ്പ് 1 അവറെങ്കിലും എല്ലാവരും കൂടി ഭക്ഷണ സമയത്തിന് മുമ്പൊക്കെ ആയിട്ട് കൂടിയിട്ട് ഒന്ന് മിങ്കിൾ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ പാട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൂടുകയാണെങ്കിൽ ബസ്സിലാകുമ്പോൾ നമുക്ക് ആരെയും മുഖത്തോട് പോകാൻ കാണുന്നില്ല. അപ്പൊ ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ അതിന്റെ 1 അവറെങ്കിലും കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസങ്ങൾ കൂടുതൽ എല്ലാവരും പരിചയപ്പെടും. നമ്മൾ പോകാൻ കാലത്താണ് എല്ലാവരും പരിചയപ്പെടാറുള്ളത്. അപ്പൊ ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് പരസ്പരം ഒന്ന് മനസ്സിലാക്കാനുള്ള ഒരു സൗകര്യം കിട്ടും. അപ്പൊ ടൂർ ഒന്നുകൂടി 2ാമത്തെ ദിവസം നമ്മൾ പോകുമ്പോഴേക്കും കുറച്ചും കൂടി നല്ലതായിരിക്കും എന്നൊരു തോന്നലുണ്ട്. നിങ്ങളിൽ പങ്കുവെക്കുക. വളരെ സന്തോഷം. എല്ലാരും പറഞ്ഞു കഴിഞ്ഞു. അതൊക്കെ തന്നെ നമുക്ക് പറയാനുള്ളൂ. വളരെ ഹാപ്പിയായി. വളരെ എന്താ പറയാ, വളരെ അടുത്ത ആളുകളുടെ കൂടെ യാത്ര ചെയ്തൊരു ഫീലാണ് ഉണ്ടായത്. നമുക്കൊരു അപരിയത്വം അങ്ങനെ ഫീൽ ചെയ്തില്ല ഈ യാത്രയിൽ. അതാണ് യാത്രയുടെ ഒരു
വിജയമായിട്ട് എനിക്ക് തോന്നിയത്. ഏതായാലും എല്ലാവരും വളരെ സന്തോഷം. നീ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ മറക്കാതിരിക്കുന്ന മുഖങ്ങളാണല്ല, അത് മനസ്സിൽ പതിഞ്ഞുപോയ മുഖങ്ങളാണ്. അത് തന്നെ വലിയ സന്തോഷമായിട്ട് തോന്നുന്നു. പിന്നെ നമ്മുടെ കോർഡിനേറ്റർമാരോട് വളരെ വളരെ സന്തോഷം, സ്നേഹം. നമസ്കാരം, ഞാൻ രാഘവൻ. നമ്മുടെ ടൂറിനെ പറ്റിയും അതിന്റെ അറേഞ്ച്മെന്റ്സിനെ പറ്റിയും നമ്മുടെ കോർഡിനേറ്റേഴ്സിനെ പറ്റിയും ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞു. അത് മാത്രമല്ല, ഇതുവരെ സംസാരിച്ചവരും എല്ലാവരും പറഞ്ഞു. ഞാനും അതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. പിന്നെ യാത്രയുടെ മറ്റ് സൗകര്യങ്ങളിൽ നിന്ന് നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു ബെനിഫിറ്റ്, ആഡഡ് ബെനിഫിറ്റ് ഉണ്ട്. നമുക്ക് ഒരുപാട് നല്ല സുഹൃത്തുക്കളെ കിട്ടുകയാണ്. കാരണം ഇപ്പൊ നേരത്തെ അത് സംസാരിച്ചപ്പോൾ പറഞ്ഞ പോലെ നമ്മളിപ്പോ എനിക്കൊന്നും ഈ യാത്രയിൽ പങ്കെടുത്ത ആരും നേരത്തെ പരിചയമില്ല. ഇപ്പൊ ഒരുപാട് പേരെ ഇപ്പം പരിചയപ്പെട്ടു, സുഹൃത്തുക്കളായി. അപ്പൊ ഒരു ചെറിയൊരു റിക്വസ്റ്റ് എന്താ വെച്ചാൽ പറ്റുന്ന സമയത്തെങ്കിലും നമുക്ക് അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും കോൺടാക്ട് ചെയ്തിട്ട് ഈ സൗഹൃദം നിലനിർത്താം എന്നുള്ളതാണ് ഒരു സജഷൻ. പിന്നെ മോക്ഷയുടെ റെപ്രസെന്റേറ്റീവ്സിനോട് എനിക്ക് ചെറിയ സജഷൻ പറ്റുമോ, അത് ടെക്നിക്കലായിട്ട് പറ്റുമോ അല്ലെങ്കിൽ അതിന് പ്രാവർത്തികമാക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ എനിക്ക് തോന്നുന്നത്, കാരണം നമ്മൾ സന്ദർശിക്കാൻ പോകുന്ന ഓരോ ക്ഷേത്രങ്ങളെ പറ്റിയുള്ള വീഡിയോ വന്നിട്ട് ഇവിടെ കാണിച്ചു. അപ്പൊ ഈ ബസ്സിലിരുന്നിട്ട് അത് കാണിക്കുമ്പോൾ ഏറ്റവും ബാക്കിൽ ഇരിക്കുന്നവർക്ക് ഇടയ്ക്ക് ഇരിക്കുന്നവർക്ക് അത് ഫോളോ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട്, കാണാനുള്ള ഒരു ബുദ്ധിമുട്ട് വന്നു. അപ്പൊ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോസ് നമ്മൾ യാത്ര പുറപ്പെടുന്നതിന് 1-2 ദിവസം മുമ്പ് നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചുകൂടി അതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സജഷൻ ഉണ്ട്. അത് ആലോചിച്ചിട്ട് പറ്റുന്നുണ്ടെങ്കിൽ അടുത്ത ടൂറിനെങ്കിൽ അത് നല്ല സജഷൻ ആയിരിക്കും എനിക്ക് തോന്നുന്നു. ഓക്കെ, ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദിയും സ്നേഹവും. ഹലോ, മോക്ഷയുടെ കൂടെയുള്ള 2ാമത്തെ ട്രിപ്പാണ്. മോക്ഷയുടെ കൂടെയാണ് എന്ന് പറഞ്ഞപ്പോ ട്രിപ്പ് നന്നായിരിക്കും, അവരൊക്കെ നന്നായിരിക്കും എന്നുള്ള ഒരു തോന്നൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ്. താങ്ക് യു അനൽ, താങ്ക് യു വിജയ്. ഒരു സ്ഥലമായിരുന്നു ശ്രീരംഗം. അത് ഇത്രയും ഭംഗിയായിട്ട് കൊണ്ടുപോയ നിങ്ങൾക്ക് ഒരുപാട് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല. നിങ്ങൾ രണ്ടുപേരും അത്ര എന്താ പറയാ അത്രയും കെയർ ചെയ്തിട്ടുണ്ട് നമ്മളെ. ഒരുപാട് സന്തോഷം.